Hi friends, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ഉണ്ണിയപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഉണ്ണിയപ്പമൊക്കെ ആകുമ്പോൾ വളരെ ഇഷ്ടമാവും. ഉണ്ണിയപ്പത്തിൻ്റെ അതേ പെർഫെക്ഷനും ഒക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ശർക്കരയാണ് ഉരുക്കിയെടുക്കേണ്ടത്. ഞാനൊരു 3 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പാകത്തിന് നല്ല അത്യാവശ്യം മധുരമുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് അളവാണ് പറയുന്നത്. നമുക്കിനി അത് ആദ്യം തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഉരുക്കി കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ അരിക്കുന്നത് ഇതിൻ്റെ വേസ്റ്റൊക്കെ നമുക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി പൊടികൾ എടുക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി എന്ന് വെച്ചാൽ വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കത്തില്ലേ, ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിപ്പൊടി എടുക്കുന്ന സമയത്ത് നല്ല ഹാർഡാവും. അപ്പോൾ നമുക്കിതൊന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് സെയിം പാത്രത്തിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെയായിട്ട് ഒഴിക്കുന്നത്. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കണം. ഒന്നില്ലെങ്കിൽ തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം, തേങ്ങ ചിരകിയത്. അപ്പോൾ അതിനായിട്ട് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നാടൻ നെയ്യാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉരുക്കി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് മീൻസ് 1/2 ഗ്ലാസ് ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിത് തേങ്ങാക്കൊത്തിനേക്കാൾ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇനി ഇതിലേക്ക് നോർമൽ വാട്ടർ, സാധാ വാട്ടർ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിനൊക്കെ നമുക്ക് ഇത് ലൂസാക്കി എടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിങ്ങനെ മേളിൽ നിന്ന് ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വിട്ട് പോകരുത്, ആ ഒരു പരുവാണ്. ഒരുപാട് ലൂസല്ല എന്നാൽ തിക്കാണാനും. അപ്പോൾ നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിൻ്റെ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒഴിക്കുക. എന്നിട്ട് ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം പൊങ്ങി വരുന്നുണ്ട്, ഒഴിച്ചപ്പോൾ തന്നെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ ഈസിയാണ്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. ആ മാവ് എടുക്കണം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിന് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത്രയൊന്നും വെളിച്ചെണ്ണ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ച് കുറച്ച് കൂടി പോയിട്ടുണ്ട്. നിങ്ങളൊരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചാൽ മതി ചട്ടിയുടെ. അപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ നമ്മുടെ ഈ ഉണ്ണിയപ്പം അധികം വെളിച്ചെണ്ണയൊന്നും കുടിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഈ പാനിൽ എന്തോരം വെളിച്ചെണ്ണ ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സെക്ഷനും അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും നമുക്കത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നിങ്ങൾ ഉണ്ണിയപ്പം എടുക്കുന്ന സമയത്തൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എടുത്ത് വെക്കാം കേട്ടോ. കാരണം എണ്ണ അധികം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് മുരിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് മുരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് അല്ല, നെയ്യപ്പം മാതിരി അല്ല. അപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് പണി. അപ്പോൾ കണ്ടല്ലോ, അത് ഇത്രയും വെളിച്ചെണ്ണ നമുക്ക് പിന്നെയും ബാലൻസാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം തന്നെയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.